വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മൾ ഈ ചാനലിൽ ഇട്ടിരുന്ന സെക്ഷൻ ഇയുടെ എപ്പിസോഡ്സ് ബാക്കി ഞാൻ ഇട്ടിട്ടുള്ളത് മൂവി മാനിയ മൂവീസ് എന്ന ചാനലിലാണ്. ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത ആ ചാനലിലേക്ക് മാറ്റിയിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഷൈൻ ഓൺ മീയുടെ പുതിയ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബസ് മിസ്സായി നിൽക്കുന്ന നീസി അവളുടെ കൂടെ സുവാങ്ങും ബസ്സിൽ കയറിയിട്ടില്ലാന്ന് കാണുന്നുണ്ട്. നീ എന്ത് ബസ്സിൽ പോവാഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്കേ ബസ്സിൽ കയറാൻ പറ്റിയില്ല, പിന്നെ നിന്റെ പുറകെ തിക്കിത്തിരക്കി നിന്ന് ഞാൻ എങ്ങനെ ബസ്സിൽ കയറുമെന്ന് അവൻ ചോദിക്കുന്നു. എപ്പോ എന്നോട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ എന്നോട് ശരിക്കും നീ താങ്ക്സ് പറയണോന്ന് അവൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ മുന്നേ ബസ്സിൽ കയറാനായി ശ്രമിച്ച് വീഴാനായി തുടങ്ങിയിരുന്നില്ലേ, ആ ടീം ഞാനാണ് നിന്നെ താങ്ങി പിടിച്ചത്, അപ്പൊ അതിന് താങ്ക്സ് പറയണ്ടേന്ന് അവൻ പറയുമ്പോൾ അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. എങ്കിലും ആ ടീം അവനൊരു ഫോൺ വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുന്നവൻ എനിക്ക് ബസ് കിട്ടിയില്ല, ഞാനിവിടെ നിൽക്കാം, എൻ്റെ കൂടെ നീസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൾ വെക്കുമ്പോഴേക്കും ആരാതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. റോങ് ആണെന്ന് അവൻ പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ കുഴപ്പം, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് തിരിച്ച് അവളെ കളിയാക്കുന്നു. എന്തായാലും അങ്ങനെ അവർ സംസാരിക്കുന്ന ടീം ഞാൻ തീസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നൊന്നും നീ യൂസ് ചെയ്തില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ തീസിസിന് ആപ്റ്റ് അല്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു എന്ന് അവളും ഒരു കള്ളം പറയുന്നു. ആക്ച്വലി അവൻ ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ തനിക്ക് ചെയ്തു തന്നതാണെങ്കിൽ അത് വേണ്ട എന്ന ഒരു രീതിക്കാണ് അവൾ അത് യൂസ് ചെയ്യാതിരുന്നത്. പക്ഷെ അങ്ങനെ അത് തുറന്നു പറയുന്നില്ല. എന്തെങ്കിലും നമുക്ക് നടക്കാം, ഇനി ബസ്സൊന്നും ഇല്ലല്ലോ, നടന്നു പോകാന്ന് പറഞ്ഞ് കുറച്ചു നേരം അവർ നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ എനിക്ക് വയ്യ, നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഇത്രയും വലിയ ഹീൽസ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നടക്കാൻ പറ്റാത്തതെന്ന് അവൻ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് വലിയ ഹീൽസ് ഒന്നും അല്ല, കൂടാതെ ഈ ഹീൽസ് റോങ്ങും ഇടാറുണ്ട്, ഇത് വലിയ സംഭവം ഒന്നും അല്ലാന്ന് മട്ടില് അവൾ പറയുന്ന ടീം അവൻ അവളെ തന്നെ നോക്കുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയുന്ന അവൾ അവന് തന്നെക്കാളും ഇഷ്ടം റോങ്ങിനാണല്ലോ, തന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉള്ളിലുള്ളത് അവിടെ പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല. അത് പക്ഷെ ഇൻഡയറക്റ്റ് ആയാണ് പറയുന്നത്. അത് പക്ഷെ അവന് മനസ്സിലാവുന്നില്ല. അവനുള്ളിൽ ഇവളോടുള്ള ഇഷ്ടം ഇവൾ എന്തെങ്കിലും മനസ്സിലാക്കുന്ന രീതിക്ക് അവൻ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് മുഴുവൻ റോങ്ങിനെ പറ്റിയാണ് എന്ന തെറ്റിദ്ധാരണയിൽ അവളും അവനോട് മറുപടി പറയുന്നു. അങ്ങനെ അതും ഇതും പറഞ്ഞ് രണ്ടുപേരും നടന്ന് അവളുടെ ഹോസ്റ്റലിന് അവിടെ എത്തുമ്പോൾ ഞാൻ ഹോസ്റ്റലിന്റെ അകം വരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് അവൻ പറയുന്നുണ്ട്. ഓ ഇനി ഒരു പക്ഷേ അവിടെ റോങ്ങിനെ കാണാൻ വേണ്ടി ആയിരിക്കാം ഇവൻ തന്റെ കൂടെ അവിടം വരെ വരാമെന്ന് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ശരി എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ പോകാനായി നിൽക്കുമ്പോൾ അത് പിന്നെ ഈ ഹെയർ സ്റ്റൈല് നന്നായിട്ട് ചേരുന്നുണ്ട്, പിന്നെ വൈറ്റ് ഷർട്ടും നന്നായിട്ട് ചേരുമെന്ന് അവൾ അവനെ ആദ്യമായിട്ട് കണ്ട് ക്രഷ് അടിച്ച ആ ഒരു ടൈം അവൻ ഇട്ടിരുന്നത് വൈറ്റ് കളർ ഷർട്ടാണ്. ആ ഒരു കാര്യം ഓർത്തിങ്ങനെ പറയുമ്പോൾ അവനും ശരിയെന്ന് പറഞ്ഞു അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് നടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി അവൾ തിരിച്ചോടി വന്ന് അവന്റെ പേരുറക്കെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന അവനെ ബായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവൾക്ക് അവനെ ഭയങ്കര 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 ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഇഷ്ടം തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന ഭയങ്കര സങ്കടം അവൾക്കുണ്ട്. അപ്പൊ അവൾ ഇങ്ങനെ ഇമോഷണൽ ആവാൻ പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇനി തിരിച്ച് അവൾ പോവല്ലേ, ഇവിടുത്തെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഇവനെ ഇനി എപ്പോൾ കാണും എന്താ ഇങ്ങനെ എന്നൊരു പിടുത്തവും ഇല്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് അവനോട് ഇപ്പം ഇങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടത്തിയത്. തുടർന്ന് അടുത്ത ദിവസം അവൾ അവിടെ നിന്ന് മടങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടെ ജിയാങ്ങും ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ഫ്ലൈറ്റില് ജിയാങ് അവളെ ഒരു ചെറിയ വെക്കേഷൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം അവനും ഇപ്പം ഫ്രീ ആണ്, അവളും ഫ്രീ ആണല്ലോ. അവൾക്കാണെങ്കിൽ ഫ്ലൈറ്റ് യാത്ര വളരെ പേടിയുള്ള കാര്യമായതുകൊണ്ട് വലിയ താല്പര്യമില്ലാതെ പേടിച്ച് വരച്ചാണ് പോകുന്നത്. പക്ഷെ എന്തായാലും അവൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയി അവൾ ആ ടൈം വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ അവളോട് ജിയാങ് പറയുന്നുണ്ടായിരുന്നു അവൾ സ്വാങ്ങിന്റെ കാര്യത്തിൽ അപ്സെറ്റ് ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൾക്ക് പേടിയായിട്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഒരു വെക്കേഷൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളും ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 2 മാസത്തോളം അവർ വിദേശത്ത് പലയിടങ്ങളിൽ അടിച്ചു പൊളിച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അവൾ അങ്ങനെ അമ്മയെ കാണാനായി പോകുമ്പോൾ അവൾ ഈ കറക്കൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നതെന്ന് കമന്റ് പറയുന്ന അമ്മ കരിയറിൽ ഫോക്കസ് ചെയ്യാനേ അവളോട് പറയുന്നുണ്ട്. ആ ടീം നീസി എനിക്ക് വളരെ നല്ലൊരു കമ്പനിയിൽ നിന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ കമ്പനിയുടെ കാര്യം പറയുമ്പോൾ കമ്പനിയുടെ പേര് കേൾക്കുന്ന അമ്മ അവളോട് ഞാനും നിന്റെ അച്ഛനും ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ നിന്റെ അച്ഛൻ കോ ഫൗണ്ടർ ആയ കമ്പനിയാണിത്, നിന്റെ അച്ഛൻ അവിടുത്തെ ഷെയർ ഹോൾഡർ ആണെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അവളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അവളോട് ഫാമിലി ബിസിനസ് നീ ജോയിൻ ചെയ്യണം എന്നതാണ് അച്ഛന്റെ താല്പര്യം, എന്താണ് നിന്റെ ഡിസിഷൻ എന്നാ നീ അത് നോക്കി ചെയ്യാനേ അമ്മ പറയുന്നുണ്ട്. തുടർന്ന് അവൾ അച്ഛനെ കാണാനായി പോകുമ്പോൾ യാത്ര കഴിഞ്ഞെത്തിയ അവൾ അച്ഛന് വേണ്ടി ഒരു സ്കാർഫ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അത് നോക്കി ഹാപ്പിയായി അവളോട് സംസാരിക്കുന്നുണ്ട്. എന്നെ ഓർത്ത് നീ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ എന്ന്. ശരി നിന്റെ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ കമ്പനിയുടെ കാര്യം പറഞ്ഞിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അതെ എനിക്കിപ്പോ വയസ്സായിക്കൊണ്ടിരിക്കല്ലേ, നീ വേണം ഇനി എനിക്ക് പകരം കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അച്ഛൻ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കണക്ക് അവൾ ചോദിക്കുന്നുണ്ട്. അതെന്താ ഞാനല്ലാണ്ട് വേറെ ആരും ഇല്ലേ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനെന്ന്. അവളുടെ ആ ചോദ്യം കേൾക്കുന്ന അച്ഛൻ നീ എന്താ ഒരുമാതിരി സംസാരിക്കുന്നത്, എന്താ നിന്റെ അമ്മ എന്നെ പറ്റി മോശമായിട്ടും അല്ല നിന്നോട് പറഞ്ഞു തന്നോ, അതാണോ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞില്ല, അമ്മയ്ക്ക് അതിനൊന്നും ഒരു സമയമില്ല, അമ്മ ബിസിയാ, എത്ര പേരാന്നറിയാവോ അമ്മ പ്രപ്പോസ് ചെയ്യുന്നത്. എന്തായാലും അച്ഛൻ രണ്ടാമത് കെട്ടുന്നതിന് മുന്നേ അമ്മ കെട്ടാൻ സാധ്യതയുള്ള
ഉണ്ടെന്നെല്ലാം അവൾ പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ രണ്ടാമത് കെട്ടാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പിന്നെ അച്ഛന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടല്ലോ എന്നൊക്കെ അവൾ പറയുമ്പോൾ അതെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, എന്റെ ഫ്രണ്ടാ, അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഞാനപ്പോ അവരെ അതിലൊക്കെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ, അവരധികം വൈകാതെ മരിക്കും, അത്ര വയ്യാത്തൊരു പാവം സ്ത്രീ അവരെന്നെല്ലാം അച്ഛൻ പറയുമ്പോൾ ആണോ അച്ഛാ, പണ്ട് കോളേജിൽ പഠിക്കാൻ കയറിയ സമയത്തും ഈ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്, അന്നും അച്ഛൻ ഇതുപോലെ ഫ്രണ്ടാണ്, വയ്യ, ഇപ്പൊ മരിച്ചു പോകും, അത് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയാ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോഴും അച്ഛൻ അത് തന്നെ പറയുന്നു, എപ്പോഴും അച്ഛൻ ഇത് തന്നെ പറയുന്നുണ്ടെങ്കിലും അവർ ഈ പറയുന്ന കണക്ക് എപ്പോൾ മരിക്കുന്നു മാത്രം അറിയില്ലല്ലോ എന്നെല്ലാം അവൾ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നീ അതൊന്നും പറയണ്ട, എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ കമ്പനി നീ നോക്കണം എന്നതാണ്. പറയുന്ന കണക്ക് എനിക്കും വയ്യാഴിക വന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ ഞാനില്ലാണ്ട് വന്നാൽ നീ വേണ്ടേ കമ്പനി നോക്കാൻ, അതുകൊണ്ട് നീ ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനേ അച്ഛൻ പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന അവളുടെ നല്ല ദിവസങ്ങളോ ആലോചിക്കുന്നവൾ അന്നൊക്കെ എന്ത് രസകരമായിരുന്നു, ഇപ്പോൾ ലൈഫ് എത്രത്തോളം മാറിപ്പോയെന്ന് സത്യത്തിൽ ഭയങ്കരമായി സങ്കടത്തിലാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് അമ്മയുമായി നീസി സംസാരിക്കുമ്പോൾ എന്താണ് അവളുടെ തീരുമാനമെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല അമ്മ, ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്താൻ മാത്രം ഞാൻ അത്രയും ആപ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ ശരി, നിനക്ക് എന്താണ് ഇപ്പോൾ ശരിയെന്ന് തോന്നുന്നത് നീ അത് തന്നെ ചെയ്യും, നിനക്ക് ജോബ് ഓഫർ വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെങ്വാൻ കമ്പനിയിൽ പോയി നിനക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നീ വർക്ക് ചെയ്യും, അതിനുശേഷം നീ എപ്പോൾ ആപ്റ്റ് ആവുമെന്ന് നിനക്ക് തോന്നുന്നോ അപ്പോൾ നീ മടങ്ങി വാ, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ നീ നോക്കാൻ ഫുള്ളി കോൺഫിഡന്റ് ആകുമ്പോൾ നീ വായെന്ന് അമ്മ അവളോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മീറ്റിംഗ് നടക്കുന്നതാണ്. ബാങ്കിന്റെ ഒരു മാനേജറും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും ഒപ്പം തന്നെ നമ്മുടെ ഷെങ്വാൻ കമ്പനിയുടെ മാനേജർ ആയിട്ടുള്ള ലിന്നുമാണ് ഇപ്പോൾ മീറ്റിംഗിന് ഇരിക്കുന്നത്. ഈ ബാങ്കിന്റെ സ്റ്റാഫായിട്ടാണ് കോളേജ് പഠനത്തിന് ശേഷം സ്വാങ് ജോലി കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാങ് ഇപ്പോൾ അവന്റെ മാനേജറിന്റെ കൂടെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആ മീറ്റിംഗിന്റെ അവിടെ വെച്ച് സ്വാങ്ങിനെ കാണുന്ന ലിൻ അന്ന് ആ ഒരു ജോബ് ഫെയറിന്റെ ഇടയിൽ നീസയുടെ റെസ്യൂമെ കൊണ്ടുവന്നത് അവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവനോട് നമ്മൾ വീണ്ടും കണ്ടല്ലോ എന്ന് കുശലം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് ആ റെസ്യൂമെ കൊണ്ടു തന്നില്ലേ ആ പെൺകുട്ടി ജോലിക്ക് ജോയിൻ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾ അബ്രോഡിൽ സ്റ്റഡി ചെയ്യാൻ പോയെന്നാണ് സ്വാങ് പറയുന്നത്. കാരണം പഠനം കഴിഞ്ഞ് 2 മാസത്തോളം വിദേശത്ത് പോയിരിക്കുകയായിരുന്നല്ലോ നീസി, അതുകൊണ്ട് തന്നെ അവൾ തിരിച്ച് വന്നതോ ഇവിടെ ജോയിൻ ചെയ്യാനേ ഇപ്പോൾ അമ്മ അവളോട് നിർദ്ദേശിച്ചതോ അവൾ അതിന് താല്പര്യപ്പെടുന്നതോ ഒന്നും തന്നെ അവൻ അറിയില്ല. അവൻ ഈ രീതിയിലാണ് പറയുന്നത്. എന്നാലും അത് കേൾക്കുമ്പോൾ ലിന്നിന്റെ മുഖം വാടുന്നത് നമുക്ക് കാണാം. പക്ഷെ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്ന ഇതേ ടൈം നീസി ജോയിൻ ചെയ്തില്ല എന്ന് സ്വാങ് ലിന്നിനോട് പറഞ്ഞു. ലിൻ അത് കേട്ട് അപ്സെറ്റ് ആയ അതേ ടൈം തന്നെ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായി എത്തുന്ന നീസിയെ നമുക്ക് കാണാം. നീസി അവിടെ എത്തി അവളുടെ കൊളീഗായ ക്വിക്കി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുകയും ക്വിക്കി അവൾക്ക് വേണ്ടി അവിടെ ഒരു ഡോർമെട്രി സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഡോർമെട്രിയിലേക്ക് എത്തുന്ന നീസി അവിടെ 2 റൂംമേറ്റ്സിനെ പരിചയപ്പെടുന്നു. ഇഞ്ചി എന്നും വാൻ എന്നുമാണ് ആ പെൺകുട്ടികളുടെ പേര്. അവരാകട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ഡോർമെട്രി സൗകര്യം കുറച്ച് കുറവൊക്കെ ആണെങ്കിലും ഇവിടുത്തെ കഫറ്റീരിയയിൽ ഒരു മാജിക്കൽ ഫുഡ് ഉണ്ട്, ഈ ഫുഡ് കഴിക്കുന്നവരൊക്കെ പെട്ടെന്ന് വണ്ണം വെക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ കഴിച്ച് വണ്ണം വെക്കുന്നത്. എന്തായാലും അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അല്ല എന്തിപ്പോ 2 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തത്, ഞങ്ങളൊക്കെ ജൂലൈയില് ജോയിൻ ചെയ്തതാണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇവർ ഇതുപോലെ കോളേജിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് സെപ്റ്റംബറിലായിരുന്നു ജോയിനിങ് ഡേറ്റ് തന്നത് എന്നിങ്ങനെ അവൾ പറയുന്ന ടീം ഞങ്ങൾക്ക് ജൂലൈയിലേ തന്നു, അല്ലെങ്കിൽ 2 മാസം എൻജോയ് ചെയ്ത് നടക്കായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ വളരെ ടാലന്റഡ് ആയതുകൊണ്ട് നേരത്തെ കമ്പനിയിലേക്ക് വിളിച്ചതായിരിക്കും എന്ന് അവളും പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ സംസാരിച്ച് തന്റെ ആ ഒരു പുതിയ 2 റൂംമേറ്റ്സുമായി വളരെ പെട്ടെന്ന് തന്നെ നീസി കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ജോലി ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുകയും ജോലിക്ക് പോവുകയും അങ്ങനെ കുഴപ്പമില്ലാതെ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഇവർ പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്, നീസി വർക്ക് ചെയ്യുന്നത് ഫിനാൻസിലും. എന്തായാലും അങ്ങനെ ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന് ഇരിക്കുന്ന ടീം ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കോളേജിൽ നിന്ന് വന്ന പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും തമ്മിൽ അവർ താരതമ്യം ചെയ്യാണ്. കോളേജിൽ നല്ല നല്ല പയ്യന്മാരെ വായ നോക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ നല്ല പയ്യന്മാർ ആരും ഇല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫായിട്ടുള്ള ലേഡി ഞാനൊരു കാര്യം അറിഞ്ഞു, ഷാങ്ഹായിലെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഒരു ടോപ്പ് ടയർ ഹാൻസം മാനേജർ പയ്യൻ നമ്മുടെ ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഉടനടി ട്രാൻസ്ഫർ ആവാൻ പോവുകയാണെന്ന്. ആള് ഭയങ്കര ചുള്ളനാണെന്നൊക്കെ കേട്ടിട്ടുള്ളത്. ആള് മുന്നേ ഒരു ന്യൂറോ സർജൻ ആയിരുന്നു, പക്ഷെ പിന്നീട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയായിരുന്നു. ആള് ഭയങ്കര ചുള്ളനാണെന്നൊക്കെയാ ഞാനൊരു ഗോസിപ്പ് ഇങ്ങനെ കേട്ടതെന്നല്ല ആ സ്റ്റാഫ് പറയുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ആകാംക്ഷയിലാവുന്നുണ്ട്. അത് ആരായിരിക്കും എന്ന് വരുമ്പോ കാണണമല്ലോ എന്ന രീതിക്ക് പറഞ്ഞു വരുന്നത് നമ്മുടെ ലിന്നിനെ പറ്റി തന്നെയാണ്. എന്തിനായിരിക്കും ഷാങ്ഹായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആള് ട്രാൻസ്ഫർ ആവുന്നതെന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ജോലി തിരക്കിനൊക്കെ ശേഷം ഒരു ഡ്രാമ കാണാനായി നമ്മുടെ നീസിയും അവളുടെ റൂംമേറ്റ്സും കൂടി ഇരിക്കുമ്പോൾ റൂമിലെ വൈഫൈ നന്നായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡ്രാമയൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അവളുടെ റൂംമേറ്റിന്റെ ഒരു ഫേവറേറ്റ് ഡ്രാമയാണിത്. ഇത് ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞാൽ മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്തെങ്കിലും വെച്ചിരുന്നേനെ. എനിക്ക് അടുത്ത എപ്പിസോഡിൽ എന്ത് നടക്കുമെന്ന് അറിയാഞ്ഞിട്ട് യാതൊരു സമാധാനം ഇല്ലാന്നെല്ലാം ആ റൂംമേറ്റ് പറയുമ്പോൾ ഓഫീസിന്റെ അവിടെ വൈഫൈ ഉണ്ടല്ലോ അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരാം എന്ന് നീസി പറയുമ്പോൾ പക്ഷെ ആര് പോകുന്നു പിന്നെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും അങ്ങനെ റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച് നമുക്ക് തീരുമാനിക്കാം. തോക്കുന്ന ആള് ഓഫീസിൽ പോയി അവിടുത്തെ വൈഫൈയില് ഈ എപ്പിസോഡ്സ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് അവരങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുകയും റോക്ക് പേപ്പർ സിസേഴ്സ് കളിക്കുമ്പോൾ നീസി അതിൽ തോറ്റ് അങ്ങനെ രഹസ്യമായി ഇവരുടെ ഡോർമെട്രിയുടെ അടുത്ത് തന്നെയുള്ള അവർ
അവളുടെ ഓഫീസ് ബിൽഡിങ്ങിന്റെ അവിടേക്ക് ചെന്ന് ഡൗൺലോഡ് ചെയ്യാനായി തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ഒന്ന് ഡൗൺലോഡ് ആവുന്നതിന് മുന്നേ തന്നെ വൈഫൈ അവിടുത്തെ കണക്ഷൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് എന്താണെന്ന് അവൾ ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും അവിടുത്തെ കണക്ഷൻ ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ വയറൊക്കെ പിടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആരും അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ അപ്പോഴേക്കും ടേബിളിന്റെ അടിയിലിരുന്നാണ് ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ ലൂസ് ആണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളാകട്ടെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് കടന്നു വന്ന് ഈ പണി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് വന്നത് മറ്റാരുമല്ല, നമ്മുടെ ലിന്നാണ്. അങ്ങനെ ലിന്നും നീസയും ഇവിടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നീസിയെ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി ലിന്നിന്റെ ഫ്രണ്ട് വിളിച്ചപ്പോഴാണല്ലോ അവൻ ആക്സിഡന്റ് പറ്റിയതും പിന്നീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയതും ഒക്കെ അവൻ പ്രൊഫഷൻ തന്നെ ചേഞ്ച് ചെയ്തതും. അതിനുശേഷം അവളുടെ റെസ്യൂമെ ജോബ് ഫെയറിൽ കണ്ട് അവൻ അത് വാങ്ങിച്ച് അവിടെ അവൾക്ക് ജോബ് ഓഫർ ചെയ്ത് അവിടെ അവളുടെ ഇന്റർവ്യൂവും സെറ്റാക്കി എല്ലാം സെറ്റ് ചെയ്ത് അവളിപ്പോ ജോലിക്കും അവിടെ എത്തി. അങ്ങനെ ഒടുക്കം അവര് കണ്ടുമുട്ടിരിക്കുകയാണ്. പക്ഷെ കണ്ടുമുട്ടിയിരിക്കുന്ന സാഹചര്യമാണ് അതിൽ രസകരം. ഒരു കള്ളിയെ പോലെ ഓഫീസ് ടേബിളിന്റെ അടിയിൽ നീസി അപ്പൊ പമ്മിയിരിക്കുകയായിരുന്നു. എന്തായാലും അവൾ പതി എഴുന്നേറ്റ് നിന്ന് താനൊരു മോഷണത്തിനാണ്, അതായത് നെറ്റ് മോഷണത്തിനാണ് ഇവിടെ വന്നത് എന്ന ആ ഒരു യാതൊരുവിധ ഉളുപ്പില്ലാണ്ട് ഈ മുന്നേ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും വലിയ ജാട ചോദിക്കുന്നുണ്ട്. ആരാ നിങ്ങള്? ഇവിടെ നിങ്ങളെ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നല്ല. പക്ഷെ അവൻ ഇവളെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഇത് താൻ ഉദ്ദേശിച്ച നീസിയാണല്ലോ എന്ന്. അവൻ ഇവളെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായില്ലെന്ന് മറ്റില്ല. എന്നെ മനസ്സിലായില്ലേന്ന് ഒന്ന് ജാടയിട്ട് ചോദിക്കുമ്പോൾ ഇല്ല മനസ്സിലായില്ല, ആരാ? ഇവിടെ വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ലാന്ന് അറിയാം, ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് വീണ്ടും അവനോട് സംസാരിക്കുമ്പോൾ അവൻ അതിന് മറുപടി പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താ ഇങ്ങനെ പോയെന്ന് മറ്റില് അവളൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ ഇവിടെ ഒരു ഉടായ്പ പരിപാടിക്ക് വന്നുകൊണ്ട് തന്നെ പിന്നീട് അത് ആരാ എന്താണെന്ന് ചെയ്യാൻ പോകാതെ വന്ന കാര്യം ചെയ്ത് തീർക്കാനുള്ള ധൃതിയായിരുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളപ്പോൾ റൂംമേറ്റ് ആയ ഒരു ഫ്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആളുടെ മെസ്സേജ് വരുന്നുണ്ട്. അന്ന് നമ്മളോട് പറഞ്ഞില്ല ഒരു ഹാൻസം ജനറൽ മാനേജർ വരുന്നുണ്ടെന്ന്, ആൾ ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, നീ കണ്ടോ ഇല്ലേ, വേഗം വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിയിക്കുമ്പോൾ അത് കേൾക്കുന്ന അവൾ വളരെ ക്യൂരിയസ് ചെയ്യാതെ ആരെ എന്താണെന്ന് അറിയണമല്ലോ, ഇത്ര വലിയ സംഭവമായിട്ട് എല്ലാവരും പറയുന്ന ആളെ ഒന്ന് കാണണമല്ലോ എന്ന് മറ്റില്ല. അവിടേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്നത് മറ്റാരെയല്ല, അന്ന് വൈഫൈ മോഷ്ടിക്കാനായി ഓഫീസിൽ വന്നപ്പോൾ അവൾ കണ്ട അതേ ആളിനെയാണ്. അപ്പോഴാണ് അവൾക്ക് ഇത് ജനറൽ മാനേജർ ആണെന്ന കാര്യം മനസ്സിലാവുന്നത്. അവളുടെ കിളിയൊക്കെ എങ്ങോട്ടൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അയ്യോന്ന് അവൾ വേഗം തന്നെ ഉള്ള കിളിയെല്ലാം പറഞ്ഞു പോയി തിരിച്ച് ആ ഫ്രണ്ടിന്റെ അടുത്തേക്ക് എത്തി. എല്ലാം പോയി തീർന്നു ഇങ്ങനെ ടെൻഷൻ ആകുമ്പോൾ എന്ത് പറ്റി, നീ ആളെ കണ്ടിട്ട് എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? കണ്ടപ്പോഴേ ഫ്ലാറ്റ് ആയോ ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ച് അവളുടെ ഈ വെപ്രാളമൊക്കെ വേറൊരു രീതിക്ക് ആ ഫ്രണ്ട് എടുത്ത് അവളെ കളിയാക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക, നമുക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എന്റെ ദൈവമേന്നും പറഞ്ഞ് അവൾ ഒരു വിധമാണ് മീറ്റിംഗിന്റെ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് പോകുന്ന വഴിക്കാണ് അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അവൾ ടെൻഷനിൽ ഫോൺ കട്ട് ചെയ്യുന്നു. മറ്റൊന്നുമല്ല, ഒരു പ്രശ്നമായിരിക്കാണ്. ഒരു പേയ്മെന്റ് വൗച്ചറിൽ അവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫായ നീസി അവളുടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചൈനീസ് യുവാന് പകരം US ഡോളറിലായിരുന്നു ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്തിരുന്നത്. അത് ശ്രദ്ധിക്കാതെയാണ് അവൾ അത് സൈനും സ്റ്റാമ്പും ചെയ്ത് വിട്ടത്. ഇപ്പോൾ അതിന്റെ പേരിലാണ് പ്രശ്നമായിരിക്കുന്നത്. ആക്ച്വലി അവളുടെ തൊട്ട് സീനിയർ ആയിട്ടുള്ള ക്വിക്കിയാണ് അത് വെരിഫൈ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് ക്വിക്കി അത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഇവർക്ക് ഈ ഒരു വൗച്ചറൊക്കെ കൊണ്ടു കൊടുത്തത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സ്റ്റാഫും ആയിരുന്നു. അപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡേറ്റ മാറി കൊടുത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ അത് പ്രോസസ് ചെയ്തതെന്ന് ഇവരവിടെ തർക്കിക്കുന്നുണ്ടെങ്കിലും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്സ് അത് ഏറ്റെടുക്കില്ല. അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വാക്കുതർക്കം ആവുമ്പോഴേക്കും ഇപ്പൊ അവിടെ മാനേജറായി ജോയിൻ ചെയ്തിരിക്കുന്ന ലിൻ ഇത് അറിയുകയും ലിൻ ക്വിക്കിയെ കോൺടാക്ട് ചെയ്ത് ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് വരാനായി പറയുന്നുണ്ട്. അങ്ങനെ ക്വിക്കിയും നീസിയോട് നമ്മുടെ മാനേജർ കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മേഡത്തിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രൊമോഷന്റെ കാര്യങ്ങൾ സെറ്റ് ആയിരിക്കല്ലേ, അതുകൊണ്ട് മേഡം ഇതിൽ ഇടപെടണ്ട, എന്റെ തെറ്റാണെന്ന് ഇരിക്കട്ടെ എന്ന് അവൾ പറയുന്നുണ്ട്. ആക്ച്വലി അവൾ അതിൽ സൈനും സീലും ചെയ്തെങ്കിലും അവളുടെ മാനേജറായ ക്വിക്കിയാണ് അതിന് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ. അവൾ പക്ഷെ ക്വിക്കിക്ക് പ്രശ്നമാവേണ്ട എന്ന രീതിക്ക് ഇത് ഏറ്റെടുക്കാനേ ഇരിക്കുകയാണ്. എന്നാലും മാനേജർ ലിന്നിനെ കാണാനേ ചെല്ലുമ്പോഴേക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ ലിന്നിനോട് അവിടെ ഭയങ്കരമായി ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നവൾക്ക് ഇത് കുറച്ച് ഓവറല്ല, ആക്ച്വലി അവരുടെയും കൂടി ഭാഗത്തെ തെറ്റല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നിട്ട് ഇവരെന്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അത് കേൾക്കുന്ന ക്വിക്കി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ആ ഒരു ടൈം തൊട്ടേ ഇവിടെ ഉള്ള ആളാ ആ ഒരു മാനേജർ, അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും കാര്യമൊക്കെ ഉണ്ടാകുന്ന അവളോട് പറയുമ്പോഴേക്കും പുറത്തിറങ്ങുന്ന അയാൾ അവളോട് മര്യാദയ്ക്ക് നോക്കാതൊക്കെയാണോ ഇങ്ങനെ സൈനും സീലൊക്കെ അടിക്കുന്നത്, പുതുതായി എത്തുന്ന സ്റ്റാഫ്സ് ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ അവളോട് പറയുമ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ സ്റ്റാഫിന്റെ ഭാഗത്തും തെറ്റുണ്ട്, മാറിക്കൊണ്ടുവന്ന് തന്നിട്ട് ഞങ്ങളെയാണ് കുറ്റം പറയുന്നതെന്നില്ല അവൾ ചോദിക്കുമ്പോൾ അങ്ങനെ അയാൾ അവളോട് അവിടെ ബഹളം വെക്കാനായി തുടങ്ങുന്നുണ്ട്. എന്നോട് നീ ഇങ്ങനെ സംസാരിക്കുവോ, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്ര സീനിയറായി എന്നോട് ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയണ്ട, അല്ലാണ്ട് കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യം എന്താ എന്ന ആറ്റിറ്റ്യൂഡിൽ അവൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ലിൻ ഞാനിത് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷം ആ ഒരു വൗച്ചർ പരിശോധിക്കുമ്പോൾ അതിൽ നീസയുടെ സൈനും സീലും കാണുന്നുണ്ട്. ആരാ നീസി എന്ന് അവന് അറിയാം, എങ്കിൽ പോലും അറിയാത്ത കണക്ക് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് അവൾ പറയുന്നുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ കാര്യങ്ങൾ നോക്കി കണ്ടു ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് അവളോട് ചോദിച്ച ശേഷം എന്തായാലും ചെയ്ത തെറ്റിന് ഒരു പണിഷ്മെന്റ് ഉണ്ട്, ഇനിയിപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണ്ട, അവിടുന്ന് മാറ്റാൻ പോവാണെന്നെല്ലാം അവളോട് പറയുമ്പോൾ അത് കേട്ട് അവൾ ആകെ ഷോക്കായി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്ത് പണിഷ്മെന്റ് ആണ് ലിൻ അവിടെ നീസിക്ക് നൽകാൻ പോകുന്നത്, ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ
ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.